അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യനിക്ക് എല്ലാ സമയം ഒരുപോലെയല്ല. ദുനിയാവെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ കയ്യിൽ പണമുണ്ടാകാം, ചിലപ്പോൾ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാം. ഇങ്ങനെ പണമുണ്ടാകുന്ന സന്ദർഭത്തിലും പണമില്ലാത്ത സന്ദർഭത്തിലും എല്ലാ സമയത്തും അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹു പഠിപ്പിച്ചതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. പണമുണ്ടാകുമ്പോൾ പണമില്ലാത്ത സമയത്തും അള്ളാഹുവിനെ ഇഷ്ടപ്പെടിക്കുന്നതിൽ യാതൊരു കുറവുണ്ടാകാൻ പാടില്ല എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദുനൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഒരാൾക്ക് പണമുണ്ടാകുന്ന സമയത്ത് അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ. അതേ സമയത്ത് ഒരാൾക്ക് പണമില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ അവസ്ഥ അയാൾക്ക് വന്നാൽ അവിടെയും അയാൾ സൂക്ഷിക്കേണ്ട, പാലിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ടവർ പറയുന്ന, പണക്കാരൻ കയ്യിൽ പണമുണ്ടാകുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് അസ്സുഹുദു മിനൽ ഹറാമി താരിക്കൻ ലഹു. പണമുണ്ടാകുമ്പോൾ അവിടെ കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയാണ്. ഈ പണം കൊണ്ട് എന്തും ചെയ്യാം, ഹറാമിയത്തിലേക്ക് പോകാം. പണമില്ലാതെ ആകുമ്പോൾ ചിലപ്പോൾ അത്തരത്തിലുള്ള ഹറാമിയത്ത് വന്നു എന്ന് വരികയില്ല. പണമുണ്ടാകുമ്പോൾ എന്തും മേടിക്കാം, എന്തും ഉപയോഗിക്കാം, എന്തും ഹറാമിയത്ത് വലിച്ചുകൂട്ടാം എന്നുള്ളൊരു ചിന്ത ഒരിക്കലും വന്നുപോകരുത്. അള്ളാഹു തന്ന പണമാണ്, ഇതൊരിക്കലും ഹറാമിയത്തിൽ ഉപയോഗിക്കില്ല എന്നുള്ള അതല്ല ഈമാൻ പണക്കാരനുണ്ടാകണം. കയ്യിൽ പണമുണ്ടാകുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. രണ്ടാമത് ഇഖ്റാജുൽ ഹുഖൂഖി മിനൽ മാലി അദാഅൻ ലിൽ ഫർളി ഫീഹി. പണമുണ്ടാകുമ്പോൾ, മുതൽ കയ്യിലുണ്ടാകുമ്പോൾ അതിൻ്റെ ഹക്കുകൾ, അതിൻ്റെ ബാധ്യതകൾ അവൻ വീടണം. അതായത് ചിലപ്പോൾ സക്കാത്തുണ്ടാകും, നിർബന്ധമായ സക്കാത്തുണ്ടാകും. ഇനി സക്കാത്ത് ഇല്ലെങ്കിലും സ്വതക്കകൾ ധാരാളം കൊടുത്ത് അതിൻ്റെ ബാധ്യതകളൊക്കെ നിറവേറ്റണം. ഇത് എൻ്റെ പണമാണ്, ഇത് എനിക്കുള്ളതാണ്, ആർക്കും കൊടുക്കാനുള്ളതല്ല എന്നൊരിക്കലും ചിന്തിച്ചു പോകരുത്. അള്ളാഹു ചില ആൾക്കാർക്ക് കൊടുക്കുന്നു, കൊടുക്കാതിരിക്കുന്നു, അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണയാണ്. അപ്പോൾ നമ്മളാൾ കഴിയുന്ന രീതിയിൽ ധാരാളം സ്വതക്കകൾ ചെയ്തിട്ട് അതിൻ്റെ ബാധ്യതകളെ വീട്ടണം. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, വത്തവാദുഉ ലിജമീഇൻ നാസി ഖൗഫൻ മിനൽ കിബ്രി. വല്ലാത്തൊരു വാക്കാണ്. അതായത് പലപ്പോഴും പണക്കാർക്ക് പണം കയ്യിൽ വരുമ്പോൾ നമ്മൾക്ക് വരുന്നൊരു വിഷയമാണ് കിബിർ എന്നുള്ളത്. മനുഷ്യന്മാരെ താത്തിക്കാണുക, നിസ്സാരപ്പെടുത്തുക, പണമില്ലാത്തവരെ കുറവാക്കി കാണുക. ഒരിക്കലും പോലും ഞാനൊരു പണമുള്ളവനാണെന്നുള്ള ചിന്തയിൽ ഹുങ്കോടുകൂടെ, ആ കിബിറോടുകൂടെ ഒരിക്കലും ജീവിച്ചു പോകരുത്. ഇതാണ് ഒരു പണക്കാരൻ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെന്ന് പറയലോടുകൂടെ ബഹുമാനപ്പെട്ടവർ പറയുന്നു. പണമില്ലാത്തൊരവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു. അൽ ഖനാഅതു ബിൽ മഖ്ദൂരി ലഹു മിനർ റിസ്ഖ്. പണമില്ലാതാകുമ്പോൾ പണമുള്ളവനെ പോലെ ഒരിക്കലും കുതിക്കാൻ പാടില്ല. ചിലപ്പോൾ അള്ളാഹു തരുന്ന നിയമത്തുകളിൽ ഭക്ഷണങ്ങളാവട്ടെ മറ്റുള്ള സൗകര്യങ്ങളാവട്ടെ കുറച്ച് കുറവായിരിക്കാം. അതൊക്കെയും പൊരുത്തപ്പെടാൻ അങ്ങനെ ഒരു ഈമാൻ ഖൽബിലുണ്ടാകണം. അല്ലാതെ അവനെ പോലെ തന്നെ ആകണമെന്ന് കൊതിച്ച് മനസ്സിന് സമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകരുത്. അതൊരിക്കലും പാടില്ലാത്തൊരു വിഷയമാണ്. രണ്ടാമത്തത് വതനാഖത്തുൽ വജ്ഹി വഇൽഹാറൻ ലിശുക്രി അല നിഅമ. എത്ര കുറവുള്ളവനാണെങ്കിലും പക്ഷേ അവർക്ക് എന്തെങ്കിലും കുറച്ച് നിയമത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഉള്ളതിൽ സന്തോഷം അവന്റെ മുഖത്തിൽ കാണണം, നന്ദിണ്ടാകണം. ഞാനില്ലാത്തവനാണെന്ന് ഒരിക്കലും ഇങ്ങനെ പ്രകടിപ്പിച്ച് നടക്കണം. പലപ്പോഴും ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇല്ല എന്ന് 2 ആൾക്കാർ കാണണം, അത് കണ്ട് എന്നിൽ ഒരാൾക്കാർ വിഷമിക്കണം, എന്നെ കണ്ട് ഒരാൾക്കാർക്ക് വിഷമമുണ്ടാകണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്. റബ്ബാണ്, റബ്ബ് തീരുമാനിച്ചതാണ്. നല്ല രീതിയിൽ അവന്റെ മേൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അത് വലിയൊരു തൗഫീഖാണ്. മൂന്നാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, വതർക്കു തവാദി ലിൽ മുക്സിരി ത്വമഅൻ ഫീഹി. മൂന്നാമതായ കാര്യം, ഒരിക്കലും പോലും നമ്മളെ ഇസ്സത്ത് കളയരുത്. പണക്കാരെ മുമ്പിൽ ഒരു താഴ്മ പ്രകടിപ്പിച്ച് അവനിൽ എന്തെങ്കിലും കൊതിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും പോലും പണമില്ലാത്തവൻ, കയ്യിൽ പണമില്ലാത്തവൻ ചെയ്തു പോകരുത് എന്ന്
ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 കാര്യം അള്ളാഹുവിന് നന്ദിയില്ലാത്തൊരവസ്ഥയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മൊത്തത്തിൽ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചത് പണമുണ്ടാകുന്ന ഒരവസ്ഥയും പണമില്ലാത്തൊരവസ്ഥയും, ഈ 2 അവസ്ഥകളിലും നാം ചിന്തിക്കേണ്ട, പാലിച്ചിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു മൂന്ന് അവസ്ഥകളാണ്, 3 അമലുകളാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലാക്കുക, ഗൗരവത്തോടു കൂടെ കാണുക. അള്ളാഹു ധാരാളം നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.